വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ വിഷ്ണു വന്ന് നിൽക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവും കമലിനും കൂടി വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ചാടി ഇറങ്ങുന്നുണ്ട്. അന്നേരം ഈ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നത് മോശമല്ലേ, നീയാണോടെ ഇവിടെ മരമൊക്കെ എടുത്തു വച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ കാട് നമ്മുടേതാണ് എന്ന് പറയുമ്പോൾ എടുത്തു വെച്ച് ഞാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നിങ്ങനെ ആ ഗുണ്ടകളിൽ അയാൾ ചോദിക്കുകയാണ്. അന്നേരം അതങ്ങ് എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ നമുക്കങ്ങ് പോകാമായിരുന്നു. പക്ഷെ പിന്നെ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്ന വലിയ മോശമല്ലേ, ആ പെങ്കൊച്ചിനെ അങ്ങ് വിട്ടേരാ, ചേട്ടനെ അങ്ങ് വിട്ടേരാ എന്ന് പറയുകയാണ്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. നീ അടി വാങ്ങിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറയുമ്പോൾ വാങ്ങിച്ചിട്ടല്ല, കൊടുത്തിട്ടേ പോവുള്ളൂ, വണ്ടിപ്പണിയല്ലേ, പിന്നെ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ ഇടപെടാതിരിക്കുക എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം അയാൾ പറയുന്നുണ്ട്, അപ്പോൾ നീ വഴിതെറ്റി വന്നതല്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിടുക എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ വിഷ്ണുവിനെ ആദ്യം കാണുമ്പോൾ ശാലിനിയാണെങ്കിൽ അവരുടെയൊക്കെ കൈ വെട്ടിച്ചിട്ട് വിഷ്ണു ഇടാന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട്. അന്നേരമാണ് നീ ആരിടാൻ ചോദിക്കുമ്പോൾ ഞാൻ വഴിപോക്കനാണെന്നൊക്കെ വിഷ്ണു പറയുന്നത്. തുടർന്ന് വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അടി അങ്ങോട്ട് തന്നിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു കാലുകൊണ്ട് അയാളെ അങ്ങോട്ട് ഒറ്റ ചവിട്ട് കെട്ടുകയാണ്. എന്നിട്ട് വിടറ എന്നിങ്ങനെ മറ്റുള്ളവരോടും പറയുമ്പോൾ പിന്നെ അവരുമൊക്കെ പിന്നെ അനുപല്ലവിയെയും പിന്നെ രാമേട്ടനെയും ഒക്കെ വിടുന്നുണ്ട്. തുടർന്ന് ഇവർ 3 പേരും അങ്ങോട്ട് ചെന്ന് വീഴുകയാണ്. തുടർന്ന് കമല എന്നിങ്ങനെ വിളിക്കുമ്പോൾ വേറൊരാളിങ്ങനെ വിഷ്ണുവിനെ അടിക്കാൻ വരുന്നു. കമല അങ്ങോട്ട് തടഞ്ഞ് നിർത്തുകയാണ്. തുടർന്ന് അവിടെ ഒരു ഉഗ്ര ഫൈറ്റാണ്. വിഷ്ണുവും കമലനും പിന്നെ മറ്റെല്ലാവരും കൂടി ചേർന്ന് നല്ലൊരു ഉഗ്രനടി, വിഷ്ണു ആശാൻ്റെ നല്ലൊരു ഉഗ്രൻ ഫൈറ്റ് സീൻ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ്ണുവിനൊന്നും കൊള്ളുന്നില്ല, നന്നായിട്ട് കമലനും കട്ടയ്ക്ക് നിൽക്കുകയാണ്. വിഷ്ണുവിൻ്റെ കൂടെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ശാലിനി ഇതൊക്കെ വേണം എന്നുള്ള രീതിക്ക് തന്നെ ശാലിനി നിൽക്കുകയാണ്. ഇടയ്ക്ക് കമലൻ പറയുന്നുണ്ട്, കമലിനോട് വിഷ്ണു പറയാണ്, കമല ശരീരമൊക്കെ അനങ്ങിയിട്ട് കുറേ നാളായില്ലേ, പിന്നെ തല്ലുകൊള്ളില്ലല്ലോ, ഒന്നും മറന്നു പോയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അടി തുടങ്ങുന്നതിന് മുന്നെയാണ്. അന്നേരം കമലൻ പറയുകയാണ്, 3ാം ക്ലാസ്സിൽ പഠിച്ച പാഠം മറന്നാലും ആശാൻ പഠിപ്പിച്ചതെന്ന് ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും കൂടി അടി തുടങ്ങുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതും. പിന്നെ ഇടയ്ക്ക് വെച്ച് ഇവർ രണ്ടുപേരുടെ കൈ കോർത്തൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നുണ്ട്. അവർ നന്നായിട്ട് തല്ലുകയാണ് മറ്റുള്ളവരെ. അവർക്ക് അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആവുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ലാസ്റ്റ് അവസാനം അതിലാ പ്രധാനിയായ ഒരാളിങ്ങനെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ അരയിൽ നിന്ന് ഇങ്ങനെ കത്തി എടുക്കുന്നുണ്ട്. കത്തി ഇങ്ങനെ എടുക്കുമ്പോൾ ശാലിനി അത് കാണുകയാണ്. പക്ഷേ വിഷ്ണു കാണുന്നില്ല. തുടർന്ന് വിഷ്ണുവിനെ കുത്താനായിട്ട് ഇങ്ങനെ കൂടി ചെല്ലുമ്പോൾ വിഷ്ണു ഇടാമെന്നും പറഞ്ഞ് ശാലിനി ഓടി ചെല്ലുകയാണ്. കുത്ത് കൊള്ളുന്നതും ശാലിനിക്ക്. തുടർന്ന് വിഷ്ണു ശാലിനി ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് തന്നെ അവനൊരു ഒറ്റ ചവിട്ട് കൊടുക്കുന്നുണ്ട്. അവൻ ചെന്ന് വീഴുകയാണ്. അത് കമലിൻ്റെ കൈകളിലേക്കാണ് വീഴുന്നത്. തുടർന്ന് കമല അവനെ വിടരുത് എന്ന് പറയുമ്പോൾ കമല അടിക്കുന്നുണ്ട് നന്നായിട്ട്. പക്ഷെ അവരങ്ങ് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ശാലിനി എന്നും പറഞ്ഞ് വിഷ്ണു പിടിക്കുന്നുണ്ട്. മോളെ എന്നും പറഞ്ഞ് രാമേട്ടനും മേഡം എന്നും പറഞ്ഞ് അനുപല്ലവിയും ഏട്ടത്തിയമ്മയെന്നും പറഞ്ഞ് കമലിനും ഒക്കെ ഓടി വരികയാണ്. അന്നേരം വിഷ്ണു കണ്ണടക്കല്ലേ ശാലിനി എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് അച്ഛനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ കമല വണ്ടി എടുക്കടാന്നിങ്ങനെ വിഷ്ണു പെട്ടെന്ന് പറയുന്നുണ്ട്. തുടർന്ന് അത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവർ അതിനുശേഷം അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ വിഷ്ണുവിൻ്റെ ആ ഒരു ഫൈറ്റ് സീൻ കാണേണ്ടത് തന്നെയാണ്. ഇതേ സമയം അവിടെ ശാരദാമ്മയാണെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് വരുത്തണേ, ശാലിനിക്ക് ആപത്ത് വരുത്തരുത്, രോഹിത്തിന് നല്ല ബുദ്ധി തോന്നി, ശ്യാമയും കുട്ടിയെ കുഞ്ഞിനോടൊപ്പം ജീവിക്കണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം അമ്പലത്തിൽ നിന്നും തിരിച്ച് ആ നടയിലേക്ക് ഇറങ്ങുമ്പോൾ രാഘവൻ നായരും പിള്ളയും കൂടി വരികയാണ്. അന്നേരം രാഘവേട്ടൻ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് വന്ന് പ്രാർത്ഥിക്കാനല്ലേ കഴിയുള്ളൂ, ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിള്ളയോട് റെസീറ്റ് എടുക്കാൻ പറഞ്ഞു വിടുന്നുണ്ട്. തുടർന്ന് അവിടേക്ക് രാഘവൻ നായർ ഇരിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ചോദിക്കുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓരോ ദിവസവും പോകുന്നത് വളരെ പാടുപെട്ടാണ്. ഓരോരുത്തരും ഓരോ ധ്രുവങ്ങളിലാണ് ജീവിക്കുന്നത്. ഇപ്പം തന്നെ ഭാമ അറിയാതെയാണ് ഞാൻ ഇയാളെയും കൂട്ടി ഇവിടേക്ക് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും സമാധാനം കിട്ടുമെന്ന് കരുതി എന്ന് പറയുകയാണ്. തുടർന്ന് ശ്യാമയും പപ്പിമോളും എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ അവരുടെ കാര്യം വലിയ കഷ്ടത്തിലാണ്. ആ കുഞ്ഞ് എൻ്റെ അച്ഛനെ കണ്ടിട്ട് എത്ര ദിവസമായി എന്ന് പറയുമ്പോൾ അവൻ വീട്ടിൽ പോലും വരാറില്ല എന്നിങ്ങനെ രാഘവനാർ പറയുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് വിഷമമാവുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, ശാരദാമ്മയെ കണ്ടത് നന്നായി, എനിക്കൊരു ഒരു അപേക്ഷയുണ്ട്, ശ്യാമയും പപ്പിയെയും അങ്ങോട്ട് അവിടത്തേക്ക് വിളിച്ചുകൊണ്ട് പോകണമെന്ന്. അന്നേരം അത് രാഘവേട്ടാന്ന് പറയുമ്പോൾ വേറൊന്നും കൊണ്ടല്ല, അവരുടെ സങ്കടം കാണാൻ വയ്യാത്തത് കൊണ്ടാണ്, അവിടുത്തെ കാര്യങ്ങൾ അറിയാമല്ലോ, വേറൊന്നും വിചാരിക്കരുത് എന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെയൊന്നുമില്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം, ഞാൻ അവരെ വന്ന് കൊണ്ടുപോയിക്കോളാം, അവിടുത്തെ കാര്യങ്ങൾ എനിക്കറിയാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേസമയം പിള്ളയാണെങ്കിൽ റെസിപ്റ്റുമായിട്ട് വരുന്നുണ്ട്. നേരെ രസീതായി എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയോടും പറഞ്ഞിട്ട് അവരങ്ങ് അകത്തേക്കും പോകുന്നുണ്ട് തൊഴുവാനായിട്ട്.
തുടർന്നാണെങ്കിൽ തിരുമേനി ശാരദാമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ശാലിനിയും വിഷ്ണുവൊക്കെ ഒരുമിച്ചല്ലേ താമസിക്കുന്നത് ചോദിക്കുമ്പോൾ അതെ, വിഷ്ണു എന്നൊരു ജോലിക്ക് കയറുകയാണ്, അതിന് വഴിപാട് കഴിപ്പിക്കാൻ വന്നതാണ്, അവരുടെ സമയം നോക്കിയാലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നോക്കി, മരുമകന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ മരുമകൻ്റെ ആ കയറ്റത്തിൽ ഇറക്കം വന്നിരിക്കുന്നത് മകൾക്കാണ്, ആപത്ത് വരാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വഴിപാട് കഴിപ്പിച്ച് മാറ്റാൻ പറ്റുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, അതേ എനിക്കിപ്പോൾ പറയാനാകുകയുള്ളൂ എന്നിങ്ങനെ ഒരു ആപത്ത് സൂചന പോലെ തിരുമേനി പറഞ്ഞിട്ട് തിരുമേനി അങ്ങ് പോവുകയാണ്. അതായത് ശാരദാമ്മയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട്. ശാരദാമ്മ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു സന്തോഷം വരുമ്പോൾ അതിൻ്റെ ഇടയിൽ സങ്കടം കൂടി വരുത്തുകയാണോ, ഒന്നും വരുത്തല്ലേ എന്നൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ശാരദാമ്മ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല, ശാലിനിക്ക് കുത്തേറ്റതോ ഒന്നും. ഇതേ സമയം വിഷ്ണുവും കമലിനും ഒക്കെ ചേർന്ന് ശാലിനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ പരിശോധിക്കുന്നതൊക്കെ കാണിക്കുകയാണ്. അന്നേരം പുറത്തു നിന്ന് വിഷ്ണു അങ്ങ് ആകെ കരച്ചിലും ബഹളമൊക്കെയാണ്, ശാലിനി എന്ന് പറഞ്ഞിട്ട്. അന്നേരം കമൽ ആശ്വസിപ്പിക്കുകയാണ്, ആശ എന്താ കാണിക്കുന്നത്, ഏട്ടനിമിക്ക് ഒന്നും സംഭവിക്കില്ല, ഒന്നും വരാനായിട്ട് ഈശ്വരന്മാർ സമ്മതിക്കില്ല, ഒന്ന് സമാധാനപ്പെടുമെന്നും പറഞ്ഞ് വിഷ്ണുവിനെ അങ്ങ് പിടിച്ചു നിർത്തുകയാണ് കമലിനവിടെ. ഇതേ സമയം അവിടെ സുസ്മിതയാണെങ്കിൽ ടി വിയിൽ ന്യൂസ് വയ്ക്കുന്നുണ്ട്. അന്നേരം ന്യൂസിൽ ശാലിനിയുടെ ആ വാർത്ത കാണിക്കുകയാണ്, വീണ്ടും നഗരത്തിലെ ഗുണ്ടാ വിളയാട്ടം, ജില്ലാ കളക്ടർക്ക് ഗുണ്ടകളുടെ ആക്രമണത്തിൽ കുത്തേറ്റു, അതേവ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലാണ് എന്നുള്ളത് കാണിക്കുമ്പോൾ ഇങ്ങനെ രോഹിത്തും ഇത് കേട്ടുകൊണ്ട് വരുന്നുണ്ട്. തുടർന്ന് വാർത്തയിൽ പറയുന്നുണ്ട്, പിന്നെ ഗുണ്ടകളെയൊക്കെ പിടിച്ചിട്ടുണ്ട്, പോലീസ് കേസന്വേഷണം തുടരുകയാണ് എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ സ്വയം പറയുകയാണ്, ഓ എന്ത് കേസന്വേഷണം, ഊർജിതമായിട്ട് 2-3 ദിവസം മുന്നോട്ട് പോകും, പിന്നെ പതിവ് പോലെ തന്നെ എന്നിങ്ങനെ പറഞ്ഞ് സുസ്മിത ആകെ സന്തോഷത്തിലാണ്. അന്നേരം രോഹിത് ചോദിക്കുകയാണ്, ഇത് നിങ്ങളാണോ ചെയ്തത്, സുസ്മിത നിങ്ങളാണോ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കളക്ടർക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, അവരിൽ ആരെങ്കിലും ആയിരിക്കുമെന്ന് പറയുമ്പോൾ ഇല്ല, ചന്ദ്രബോസ് ആയിരിക്കും ചെയ്തത്, ശാലിനി ഇപ്പോൾ വീഴേണ്ട ആവശ്യം നിങ്ങൾക്കാണ്, പറ പിന്നെ സുസ്മിതയെ നിങ്ങളാണോ ഇതിന് പിന്നിൽ, ചന്ദ്രബോസ് ആണോ ഇതിന് പിന്നിൽ എന്നിങ്ങനെ രോഹിത് ഇങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. ശാലിനിക്ക് ആ ഒരു അപകടം ഉണ്ടായാൽ രോഹിത്തിന് അന്നേരം നല്ല വിഷമമുണ്ട്, അനുസരിച്ചാണ് ചോദിക്കുന്നതൊക്കെ. ഈ സമയത്ത് ചന്ദ്രബോസ് സുസ്മിതയുടെ വീട്ടിൽ കാറിൽ വരുന്നുണ്ട്. വന്നിങ്ങനെ അകത്തേക്ക് കയറുമ്പോഴാണ് രോഹിത്തിൻ്റെ ഈ ചാട്ടം കണ്ടുകൊണ്ടാണ് വരുന്നത്. അന്നേരം അതേടാ ഞാൻ തന്നെയാണ് ചെയ്തത്, നിനക്കിപ്പോൾ എന്താ ചോദിക്കാനുള്ളത്, എന്താടാ എന്നും പറഞ്ഞിട്ട് ചന്ദ്രബോസ് ഇങ്ങനെ രോഹിത്തിൻ്റെ അടുത്തേക്ക് അടുക്കുമ്പോൾ സുസ്മിത തടഞ്ഞു നിർത്തുകയാണ്. പോട്ടെ ചിറ്റപ്പ, അവനാണെങ്കിൽ അവൻ്റെ കുഞ്ഞുവച്ചിട്ടുള്ള സ്നേഹം കാണിച്ചെന്നേ ഉള്ളൂ, ഇങ്ങനെയെങ്കിലുമൊക്കെ പ്രകടമാക്കണ്ടേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഞാൻ തന്നെയാണ് ചെയ്തത്, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താലേ നമ്മൾ തീരുമാനിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്നിങ്ങനെ നിനക്കിപ്പോൾ എന്താ വേണ്ടത് എന്നിങ്ങനെ ചോദിച്ചിട്ട് ചന്ദ്രബോസ് അങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം രോഹിത് ഇങ്ങനെ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിതയും ചന്ദ്രബോസിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല 4 പേര് പിടിയിലായി എന്ന് കേട്ടല്ലോ, അവരെന്തെങ്കിലും എന്ന് പറയുമ്പോൾ ഇല്ല, അവരങ്ങനെയൊന്നും പുറത്തൊന്നും പറയില്ല എന്ന് പറയുമ്പോൾ അല്ല എന്നാലും ഇടിയൊക്കെ കൊള്ളുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് സുസ്മിത വീണ്ടും ചോദിക്കുന്നുണ്ട്. അന്നേരം വെട്ടിയിട്ടാലും അവർ നമ്മുടെ ആരുടെയും പേര് പറയില്ല എന്ന് പറയുകയാണ്. അന്നേരം ചിറ്റപ്പൻ്റെ കേസായതുകൊണ്ട് ചിറ്റപ്പൻ അതുപോലെ കൈകാര്യം ചെയ്യുമെന്നൊക്കെ അറിയാം, പക്ഷേ എന്നാലും ചോദിക്കുകയാണ്, ശാലിനിയുടെ എപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്, ചാവോ ജീവിക്കോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ചാവാതെ ജീവിക്കും, കുത്തിയവൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ അതിൻ്റെ ആ ഒരു രീതി അങ്ങനെയാണ്, ചാവാതെ ജീവിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ശാലിനി വിഷ്ണു ഇനിയിപ്പോൾ ശരശരിയിലായി കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ആ തന്തയും തള്ളയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറക്കാം, ആരും എതിരിടാനായിട്ട് വരില്ല എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുകയാണ്. തുടർന്ന് സുസ്മിത പറയുന്നുണ്ട്, അപ്പോൾ ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കിനി കാര്യങ്ങൾ ADM-നെ വിളിച്ച് അറിയിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിളിക്ക് ശരശയിൽ കിടക്കുന്ന ശാലിനിക്ക് പിന്നെ അന്ത്യകർമ്മത്തിനുള്ള മുട്ടിപ്പായി പ്രാർത്ഥിക്കാനും കൂടി എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് പിന്നെ ഈ ജപ്തി നടപടികൾ റവന്യൂ ഉദ്യോഗസ്ഥനെയാണ് ഇങ്ങനെ സുസ്മിത ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം അയാൾ ഫോൺ എടുത്തിട്ട് പറയുകയാണ്, കളക്ടറെ വീഴ്ത്തിയല്ലേ എന്ന്. അന്നേരം സ്വന്തം കഴിക്കുന്ന മരമായാലും കൂരയ്ക്ക് മീതെ ചാഞ്ഞാൽ വെട്ടണമെന്നാണല്ലോ, ഇതിപ്പോൾ ചാടിയതൊരു കുറുനരിയാണ്, അതിനൊരു തടയിട്ടെന്നേ ഉള്ളൂ, ഇനി നമ്മുടെ കാര്യങ്ങൾ നീക്കാനായിട്ട് തടസ്സമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നാളെ തന്നെ അതിനുള്ള നടപടികൾ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് ADM ഇങ്ങനെ ഫോൺ വയ്ക്കുന്നുണ്ട്. അയാൾ ഫോൺ വയ്ക്കുകയാണ്. തുടർന്നും പിന്നെ സുസ്മിത പറയുന്നുണ്ട്, അപ്പോൾ ജപ്തിക്കുള്ള നടപടികൾ നാളെ തന്നെ തുടങ്ങും, കൂടും കൊടുക്കുകയൊക്കെ എടുത്ത് അവർക്ക് ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നിങ്ങനെ സുസ്മിത ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഇത് ചതിയാണ് എന്ന് പറഞ്ഞിട്ട് രോഹിത് അങ്ങോട്ടത്തേക്ക് വരികയാണ്. അന്നേരം ചതി തന്നെയാണ്, ആ ചതിയുടെ ഭൂരിഭാഗവും പങ്കും അനുഭവിക്കാൻ പോണത് നീ ഒരാളാണ്, അത്രയ്ക്ക് പുണ്യാളനാവാനായിട്ട് അങ്ങോട്ട് ശ്രമിക്കല്ലേ, ഇനി നമ്മളെ ഒറ്റാനും നിൽക്കല്ലേ, എങ്കിൽ പിന്നെ നീയും കാണില്ല, നീ ജീവനോടെ ഉണ്ടാവില്ല എന്നിങ്ങനെ പറഞ്ഞ് രോഹിത്തിൻ്റെ തോളിലേക്ക് ഇങ്ങനെ ചന്ദ്രബോസ് തട്ടുകയാണ്. അന്നേരം രോഹിത് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. തുടർന്ന് ചന്ദ്രബോസ് ഇങ്ങനെ വാച്ച് നോക്കിയിട്ട് പറയുകയാണ്, അയ്യോ ഇത്രയും സമയമായോ, കളക്ടറുടെ പരിപാലനവും പിന്നെ എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് എന്ന് പറയുമ്പോൾ പിന്നെ ആരാച്ചാരും പിന്നെ സ്രഷ്ടാവും ഒക്കെ ഒരാളാകുമ്പോൾ
അതിൽ പിന്നെ ഉത്തരവാദിത്വം കൂടും എന്നിങ്ങനെ സുസ്മിത പറയുകയാണ്. അന്നേരം സൃഷ്ടി സ്ഥിതി സംഹാരം, ഇതിൻ്റെ സൃഷ്ടി അങ്ങോട്ട് മാറ്റി വെച്ചാൽ ബാക്കി രണ്ടും എൻ്റെ ഈ വിരൽത്തുമ്പിലാണ് എന്നിങ്ങനെ എന്താ ചെയ്യുക എന്നിങ്ങനെ പറഞ്ഞ് ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. സുസ്മിതയും അതേ ഒരു സന്തോഷത്തിൽ ചിരിച്ച് നിൽക്കുകയാണ്. പക്ഷെ രോഹിത്തിന് ആ ഒരു വിഷമമുണ്ട്. പക്ഷെ ഇവർ പറയുമ്പോൾ ഇവരുടെ കൂടെയും നിൽക്കുന്നുണ്ട്. പക്ഷെ ശാലിനിക്ക് പെടാൻ പറ്റിയതിൽ ഇങ്ങനെ വിഷമവുമുണ്ട്. ഏത് സമയവും രോഹിത്തിൻ്റെ മനസ്സ് മാറാമെന്നുള്ള രീതിക്ക് തന്നെയാണ് രോഹിത് നിൽക്കുന്നത്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനിയാണ് ശാരദാമ്മ അറിയുന്നതും പിന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്നതും ഒക്കെ, ചന്ദ്രബോസ് അവിടെ ചെന്ന് വിഷ്ണുവുമായിട്ട് വഴക്കുണ്ടാവുന്നതും ഒക്കെ. പക്ഷേ ശാലിനി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ബാക്കി എന്താകും? പക്ഷേ അതിനോടകം അവിടെ ജപ്തി നടക്കും. അതൊക്കെയാണ് അടുത്ത എപ്പിസോഡുകളിൽ. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക്